ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഒരുപക്ഷെ കോയിൻസിഡൻസ് ആയിരിക്കാം ഇപ്പോൾ നടന്നിരിക്കുന്ന ബ്രേക്ക് ഔട്ട് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇത് സാധ്യത മാത്രമാണ്, 100% അങ്ങനെ ആകണമെന്നില്ല. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാം. എന്തായാലും അടുത്ത 1-2 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുന്നത് വേണമെങ്കിൽ ഒരു 1-2 ദിവസത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. ഇവിടെ ഈ ഒക്ടോബർ മാസം 18-ാം തീയതി, 19 ഒക്ടോബർ മാസം 19-ാം തീയതി നിഫ്റ്റി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2021 കേട്ടോ. അപ്പോൾ 2021 ക്രിയേറ്റ് ചെയ്ത ഹൈ അത് ഏതാണ്ട് ഈ ലെവലാണ്, 18,530. ഓർക്കുക, 2021 ഒക്ടോബറിൽ നിഫ്റ്റി ഈ 18,500 ആ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് താഴേക്ക് പോയി. ഇപ്പോൾ 2023 ജൂൺ തീരുന്നു, ജൂലൈ ആകുന്നു. ഇപ്പോഴാണ് ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്തത്. അത് ഈ ഹൈ അല്ല, മറ്റൊരു ഹൈയാണ്. അതായത് ഇതിന് മുമ്പത്തെ ഹൈ എന്ന് പറയുന്നത് 15,530 അല്ല. ഇത് 2021 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഒക്ടോബറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആണ്. ഞാൻ ഹൈയുടെ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ തന്നെ വരയ്ക്കാം. ഞാൻ ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ട്. 18,613 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം മതി. ആ ഹൈ എന്ന് പറയുന്നത്, അന്നത്തെ ഹൈ എന്ന് പറയുന്നത് 18,604.45. ഇനി നമുക്ക് മുന്നോട്ട് ഒന്ന് പോകാം. എപ്പോഴാണ് ഈ ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ നോക്കിയോളൂ, ക്ലിയർ ആയിട്ട് നോക്കിയോളൂ. 2022 നവംബർ 30 നവംബർ 30 ബ്രേക്ക് ചെയ്തു, ആ ഹൈ ബ്രേക്ക് ചെയ്തു. അതായത് 13 മാസം. ഈ 13 എന്ന് പറയുന്ന സംഭവത്തിലൊക്കെ പ്രത്യേകതയുണ്ട് കേട്ടോ, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ആ ഒരു സമയത്താണ് നിഫ്റ്റി അന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷവും സുഖമൊക്കെ അന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നവർ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നല്ല ക്ലിയർ ബ്രേക്ക് ഔട്ടാണ്, കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ടുള്ള ക്യാൻഡിലാണ്, നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ്, അടിപൊളി ഗ്രീൻ ക്യാൻഡിലാണ്. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നപ്പോൾ ഫ്യൂച്ചറും മറ്റുമൊക്കെ എടുത്തവർ പെട്ടുപോയി, ഭയങ്കരമായിട്ട് പെട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് ആയിരുന്നു, പക്ഷേ അതൊരു റെഡ് ക്യാൻഡിലായിരുന്നു. ആ ക്യാൻഡിൽ പിന്നീട് അങ്ങ് താഴേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് പ്യുവർലി ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടാണ്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടുകളും ബ്രേക്ക് ഡൗണുകളും സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇന്നും അതുപോലെയുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. അതായത് ഫാൾസ് ബ്രേക്ക് ഔട്ട്. കുറേ പേർക്ക് അറിയായിരിക്കും എന്തായാലും ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഫാൾസ് ആണ് എന്ന് മനസ്സിലായാൽ വളരെ വലിയ ഒരു റിവാർഡായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഇന്ന് കണ്ട ഒരു ഉദാഹരണം പറയാം. എന്തായാലും ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫാൾസ് ആയിരുന്നു, പക്ഷെ അന്ന് ഒരുപാട് പേര് ട്രേഡ് എടുത്ത് പെട്ടിരുന്നു. പലരും വിചാരിച്ചു മാർക്കറ്റ് തിരിച്ച് ആ സപ്പോർട്ടിൽ വന്നിട്ട് റീബൗൺസ് ചെയ്യുമെന്ന്. അതായത് ഒന്ന് റീട്രേസ് ചെയ്തതിന് ശേഷം തിരിച്ച് കയറും, റീബൗൺസ് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ക്യാൻഡിലുകളൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, പിന്നീട് മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡ് തന്നെയാണ്, അല്ലാതെ യാദൃശ്ചികമായിട്ട് നടക്കുന്നതൊന്നുമല്ല. ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിനുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ല എങ്കിൽ ഇത് മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ച് സഫറൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തിട്ടുണ്ടാകാം. പിന്നീട് അവർക്ക് നല്ല രീതിയിൽ ഇവിടെ സെല്ല് ചെയ്യാനായിട്ട് പറ്റി. കുറച്ച് സമയം മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നൊക്കെയുണ്ട്, കുറച്ച് ദിവസങ്ങൾ. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പോയി. ഈ താഴേക്ക് പോക്ക് നോക്കിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ അന്നേരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായി 18,875. അപ്പോൾ ഒരു 18,600, 700, 800 ഈ ലെവലുകളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അത് പോയിരിക്കുന്ന താഴെ ലെവൽ എന്ന് പറയുന്നത് 17,000. അതായത് ഒരുപാട് താഴേക്ക് പോയി. 1,600, 1,700 അല്ലെങ്കിൽ 1,800 പോയിന്റുകളോളമൊക്കെ മാർക്കറ്റ് താഴേക്ക് പോയി. ഇവിടെയും കുറേ നിന്നിട്ടാണ് മാർക്കറ്റ് പിന്നീട് മുകളിലേക്ക് കയറുന്നത്. ഓക്കെ, അവർക്കത് വിറ്റൊഴിവാക്കാനും സമയം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഇനി ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ്. ഇത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? 2022 ഡിസംബർ 1. അതായത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഈ ഹൈ മിക്കവർക്കും ഓർമ്മയുണ്ടാകും, മാർക്കറ്റുള്ളവർക്കറിയാം. കാരണം ഈ ഹൈ തൊട്ടിട്ടാണ് മാർക്കറ്റ് പിന്നെ താഴേക്ക് പോയത്. ഡിസംബർ 1 എനിക്കത് വളരെ ക്ലിയറായിട്ട് ഓർക്കുന്നുണ്ട്. ഡിസംബർ മാസം തൊട്ടാണ് മാർക്കറ്റിൽ ഒരു ബിയറിഷ്നെസ് വന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഹൈ ഒന്ന് മാർക്ക് ചെയ്തു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എക്സാക്റ്റ് ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. മാർക്കറ്റ് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
സസ്റ്റെയിൻ ചെയ്യട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇതിന് മുമ്പ് വന്നത് അത്ര പോസിറ്റീവല്ല. അത് തന്നെ ഇപ്പോൾ വരണമെന്ന് നിർബന്ധവുമില്ല. എന്തായാലും സസ്റ്റെയിൻ ചെയ്യട്ടെ, മുകളിലേക്ക് പോട്ടെ. പലരും സിങ്ക് സ്റ്റോക്കുകളും ഷോർട്ട് ടൈമിലേക്കും ഒക്കെ സ്റ്റോക്കുകളും മറ്റും എടുത്ത് ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടണം, മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകണം. അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. എന്നാൽ പോലും ഇത് പോകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് 1-2 ദിവസം വെയിറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് താഴേക്കാണ് അതിൻ്റെ സൈൻ മാർക്കറ്റ് തരും. അടുത്ത ദിവസം ഒരു ബീറിഷ് ക്യാൻഡിലായിരിക്കാം. അപ്പം നാളെ അവധിയാണ്. നാളത്തെ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ബീറിഷ് ക്യാൻഡിലാണോ വരുന്നതെന്ന് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബിങ് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയത്ത് റീറ്റെയിലേഴ്സ് എല്ലാവരും ബൈ സൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ബൈ ഓർഡർ ഇടും. ആ ബൈ ഓർഡറൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൽ ഓർഡറായിട്ട് മാറാം. അങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പോയാൽ തന്നെ എത്രത്തോളം പോകുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അടുത്ത സപ്പോർട്ട് നോക്കാം. അത് 16,980 താഴെയാണ്, 800 ഒക്കെയാണ്. ഓക്കെ, നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 17,000 വെക്കാം. ഇപ്പോൾ 17,000 വരെ, ഇപ്പോൾ ഏകദേശം 19,000 അടുത്താണ് നിൽക്കുന്നത്. 19 to 17, 2000 പോയിൻറ്റിൻ്റെ ഡൗണ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാവരും പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. എല്ലാവരും നെഗറ്റീവായി വിചാരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. എസ്പെഷ്യലി റീറ്റെയിലേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാൻ സർവ്വസാധ്യമുണ്ട്. നോ ഇഷ്യൂ. അത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പൊസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് ഈ റീസെൻ്റ്ലി ഒരു ഹിസ്റ്ററി മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി. അത് ഞാൻ ഈ ഒരു ഇതിൽ കാണിച്ചു തരാം. അത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഞാനൊരു ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. കോൺഫിഡൻറ്റ് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാനത് പറഞ്ഞിരുന്നത്. നമുക്കത് നോക്കാം. ഇതാണ് ആ ഒരു ഗ്രാഫ്. നിഫ്റ്റിയുടെ ചാർട്ട് തന്നെയാണ്. ബുള്ളിഷ് ആയിട്ടുള്ള ഡോജി സാധാരണഗതിയിൽ ബുള്ളിഷോ ബീരിഷോ അല്ല. പക്ഷേ നമുക്കതൊരു ഗ്രീൻ ക്യാൻഡിലാണ് എങ്കിൽ, ഡോജി ഗ്രീൻ ആണ് എങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഡോജി ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ കാണാം. ഇത് ഞാൻ നമ്മുടെ ചാർട്ടിൽ തന്നെ കുറച്ച് വലുതായിട്ട് കാണിക്കാം. ഇത് ഞാൻ മൊബൈലിലെടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഹൈ എന്ന് പറയുന്ന ഹൈ ഒന്ന് മായ്ച്ചു കളയാം. ഡെയിലി ചാർട്ടാണ്. ഈ ഡോജി ശ്രദ്ധിക്കുക. അതേപോലെ ഒരു ഡോജി ഇവിടെയും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ്. നോക്കൂ, ഈ ഡോജിക്ക് മുമ്പ് 2 റെഡ് ക്യാൻഡിൽസ്, 1, 2. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡോജി ഫോം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ലോ എല്ലാം നോക്കാം, ഏകദേശം സെയിം ആണ്, ഏകദേശം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇത് ഒരു റെഡ് ക്യാൻഡിൽ, ഇത് രണ്ടാമത്തെ റെഡ് ക്യാൻഡിൽ, അത് കഴിഞ്ഞ് ഡോജി ഏകദേശം സെയിം തന്നെയാണ്. എക്സാക്റ്റ് ഇവിടെ സെയിം തന്നെയാണ് ഇതിൻ്റെ ലോയ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗ്രീൻ ക്യാൻഡിലാണ് അതിന് മുമ്പ്. ഇവിടെയും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലാണ്. ഇത് ഗ്രീൻ ക്യാൻഡിലായിട്ട് തന്നെ കണക്ക് കൂട്ടാം. കാരണം ബൈ പ്രഷറാണ് ഇതിൽ കൂടുതലുള്ളത്. അതായത് ബോഡി ചെറുതാണ് എങ്കിലും ഇത് ഗ്രീനായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. ഗ്രീനാണ് കളറ്, പക്ഷേ ബോഡി ചെറുതാണ്. എന്നാൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2 റെഡ് ക്യാൻഡിലോടെ മാർക്കറ്റ് താഴേക്ക് വന്നു. അതിന് ശേഷം ഒരു ഡോജി ഫോം ചെയ്തു. അതിനുശേഷം ഈ ക്യാൻഡിൽ നോക്കൂ, ഇതൊരു ഗ്യാപ്പ് അപ്പാണ്, ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് പിറ്റൂസി ഒരു റാലി, പിറ്റൂസി മാത്രമല്ല ആ റാലി ഇങ്ങനെ മുകളിലേക്ക് പോയി. ഇതാണ് ഈ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആ ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അതേ സംഭവം തന്നെ ദാ ഇവിടെ വന്നിരിക്കുന്നു. ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് 2 റെഡ് ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ഡോജി വന്നതിന് ശേഷം നല്ലൊരു റാലി നമുക്ക് കിട്ടി. ഇതൊരു സൂപ്പർ റാലിയാണ്, നല്ലൊരു റാലി നമുക്ക് കിട്ടി. അപ്പോൾ എന്താണോ ഇവിടെ ആവർത്തിച്ചത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിറ്റോസി ആ ക്യാൻഡിൽ വന്നപ്പോഴേ ഞാൻ പറയുകയും ചെയ്തു, എത്രത്തോളം കറക്റ്റായിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അതായത് പഴയത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ പലർക്കും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് ഈ സംഭവങ്ങൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കും. ഇന്ന് ലൈവിൽ വന്ന ഒരു എക്സാമ്പിളുണ്ട്. അത് ഞാൻ എക്സാമ്പിൾ അടക്കം കാണിക്കാം. കാരണം നമ്മൾ ഇന്ന് കൊടുത്ത ട്രേഡാണ്. അത് കഷ്ടകാലത്തിന് സ്റ്റോപ്പ് ലോസ് അടിക്കുകയുണ്ടായി. ആ ട്രേഡ് ഇതാണ്. ഇൻട്രാഡേ സെൽ HDFC ലൈഫ് 657.50, സ്റ്റോപ്പ് ലോസ് 660.50. അവിടെ ഈ ആഴ്ച മൊത്തം നമുക്ക് സക്സസ് ആയിരുന്നു. പക്ഷേ ഇത് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു. എന്നാൽ പോലും അത് ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്റ്റഡിയാണ്. ഇങ്ങനെ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല അക്യുറസി ഉള്ള ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ എപ്പോഴും അത് കിട്ടണമെന്നില്ല. ആ ട്രേഡ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. എന്തായാലും നല്ലൊരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ടാർഗറ്റും കാര്യങ്ങളും നോക്കിയോളൂ.
ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ചാർട്ടിലേക്ക് പോകാം. HDFC ലൈഫിൻ്റെ ചാർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സംഭവം കാണാൻ പറ്റും. HDFC ലൈഫ് ഇത് ഇൻട്രാഡേ ചാർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ എടുക്കുന്നു. 5 മിനിറ്റ് ആകുന്നു. ഇന്ന് 28-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇന്നത്തെ ഹൈ. ഇതാണ് ഹൈ. അപ്പോൾ നമ്മൾ സെല്ല് കൊടുത്തത് 657.50 ഏകദേശം ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ സെല്ല് കൊടുത്തത്. പക്ഷേ അത് അധികം നേരം ഒന്നും സസ്റ്റൈനോ കാര്യങ്ങളോ ചെയ്തില്ല. കാരണം അവിടെ ലിക്വിഡിറ്റി കുറവായിരുന്നു. നമ്മൾ സെല്ല് കൊടുത്തപ്പോൾ തന്നെ ഇന്ന് മാർക്കറ്റ് നിങ്ങൾക്കറിയാം വളരെ ബുള്ളിഷാണ്. മാർക്കറ്റ് ബുള്ളിഷാണെങ്കിലും നമുക്ക് സെൽ സൈഡിലേക്കുള്ള സ്റ്റോക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെല്ല് കൊടുത്താണ്. പക്ഷേ ഇത് കറക്റ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയതാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഇത് 668 കേട്ടോ. ഈ ഒരു ഹൈ 668 ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ 668 ഇവിടെ നമുക്ക് കാണാം. ആ 668 ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോവുകയുണ്ടായി. ക്ലോസിങ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് അധികം വന്നിട്ടില്ല. ഇത് 1 മിനിറ്റ് ക്യാൻഡിലാക്കി വെച്ചാൽ അതിൻ്റെ മുകളിൽ ക്ലോസിങ് നമുക്ക് കാണാം. അതുകൊണ്ട് ക്യാൻഡിലിൻ്റെ സംഭവമൊന്നും വലിയ പ്രശ്നമല്ല. എന്നാൽ അതിന് മുകളിലേക്ക് പ്രൈസ് പോവുകയും മിക്കവാറും ഇവിടെ സെല്ല് ചെയ്തവരൊക്കെ എവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ്? ഇതിൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഇടുക അല്ലേ? ആ സ്റ്റോപ്പ് ലോസ് ഗ്രാബ് ചെയ്തു. ആ സ്റ്റോപ്പ് ലോസ് മൊത്തം സെൽ ഓർഡറാണ്. അതെല്ലാം മറ്റ് സെൽ ഓർഡറല്ല, ബൈ ഓർഡറാണ്. കാരണം സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡറാണ്. അപ്പോൾ ആ ബൈ ഓർഡർ എല്ലാം ഗ്രാബ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തിട്ടുണ്ടാകണം. പിന്നീട് സ്റ്റോക്ക് വളരെയധികം താഴേക്ക് പോയി. അപ്പോൾ ആ താഴേക്ക് പോകുന്ന പോക്കിൽ വേറെ ഒരു ഗ്രാബിങ് കൂടെ ഇവിടെ നടന്നു. കണ്ടോ, വലിയ വിക്ക് കണ്ടോ, ഇവിടെ വലിയൊരു ഗ്രാബിങ് കൂടെ ഇവിടെ നടന്നു. ഒരു മൈക്രോ, അതായത് ഇത് ഇവിടെ സെല്ല് ചെയ്ത് ഇങ്ങനെ കണ്ട് ഇതിൻ്റെ മുകളിൽ സെല്ല് ചെയ്തവർ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. ആ സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടെ ക്യാച്ച് ചെയ്തിട്ട് അതാണ് ഇവിടെ വലിയൊരു വിക്ക് കാണാം. അത് വളരെ ചെറുതാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഈ വിക്ക് ഒരു ഇവിടം വരെയുണ്ട്. പക്ഷേ ഇതാണ് ശരിക്കും പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. എന്നിട്ട് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് ആണല്ലോ അല്ലേ? ഇതിപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിലും ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ബ്രേക്ക് ഔട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേ അത് മുകളിലേക്ക് പോയതിന് ശേഷം കണ്ടില്ലേ ഇത്രയും ഫാള്, ഹ്യൂജ് ഫാള്. നമ്മുടെ എല്ലാ ടാർഗറ്റും അടിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റ് 647.50. അപ്പോൾ ആ ടാർഗറ്റ് എല്ലാം അടിച്ച് 641 സംതിങ്ങിലേക്ക് വരെ സ്റ്റോക്ക് പോവുകയുണ്ട്, താഴേക്ക് പോയിട്ട്. അപ്പോൾ ഇത്രയും വലിയ ഫാള് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കി 668 640. അപ്പോൾ വലിയൊരു ഫാളാണ് അവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് കവറിങ് നടന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, സ്റ്റോക്ക് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ഒരു എക്സാമ്പിളാണ്. ഒരു പക്ഷേ നിഫ്റ്റിയിലും ഇങ്ങനെ സംഭവിക്കാം. അതാണ് ഞാൻ ഈ ഉദാഹരണം അടക്കം പറഞ്ഞത്. ഇതുപോലെ ഒരു ഉദാഹരണമല്ല കേട്ടോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ കുറേ നാൾ മുമ്പ് കൊടുത്ത മാസ്ഡോക്ക് എന്ന് പറയുന്ന സ്റ്റോക്ക്, മാസ്ഡോക്ക് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ താഴെ ലെവലിൽ നിന്നാണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിരിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് കാണാം. ഞാൻ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് റെക്കമെൻഡേഷൻ കൊടുത്തത് ഈ ഒരു ലെവലിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ റെക്കമെൻഡേഷൻ. ഈ ക്യാൻഡിലുകൾ നോക്കുക, ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്ന ഏരിയ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഈ ക്യാൻഡിൽ ഫോം ആയപ്പോൾ നമ്മൾ അതിൽ ബൈ കൊടുത്തു. ഇനി ഞാനതൊന്ന് വലുതാക്കി കാണിക്കാം. അതായത് ഇവിടെ എവിടെയോ നമ്മൾ ബൈ കൊടുത്തു. നമുക്ക് ആ ഏരിയ ഒന്ന് വലുതാക്കിയാണ് കേട്ടോ. വലുതാക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇത് നോക്കിക്കേ, ഇവിടെ നമ്മൾ ബൈ കൊടുത്തു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുക? ഈ ഒരു ലോയ്ക്ക് താഴെ അല്ലേ? ഈ ഒരു കുറച്ച് ബഫറൊക്കെ ഇട്ടിട്ടായിരിക്കും ഇടുന്നത്. ഈ ഒരു ലോയ്ക്ക് താഴെയാണ് ഇടുക. അപ്പം നമ്മളും അങ്ങനെ തന്നെ ഈ ഒരു ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. എക്സാക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തത് 740 ആയിരുന്നു. 738 36 കൂട്ടാം, 736 വരെ ആ സ്റ്റോക്ക് താഴേക്ക് പോയി. 36 38 അത് എക്സാക്റ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അത് എവിടെയാണ്? ഈ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഇവിടെയാണ് ലോ കേട്ടോ. ലോ ഇവിടെ വരിക. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ കൊടുത്തത്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പിറ്റേ ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു അല്ലേ? ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ ബൈ ചെയ്ത ആൾക്കാരൊക്കെ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അങ്ങനെ അവരെല്ലാം എക്സിറ്റായി. ഒരുപാട് പേര് എക്സിറ്റായി, കുറേ പേര് എക്സിറ്റ് ആയില്ല, ഹോൾഡ് ചെയ്തു. ഒരുപാട് പേര് ഇത് നല്ല പ്രോഫിറ്റ് കിട്ടും. 5 ലക്ഷത്തിന് മുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. എനിവേ, അപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിന് ശേഷം വന്ന റാലി നോക്കിക്കേ, കണ്ടില്ലേ? നല്ല രീതിയിൽ
അതിനുശേഷം റാലി പോയിട്ടുണ്ട്. അതായത് ഏകദേശം ആ 750 760 ലെവലിൽ നിന്ന് 1240 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹൈ പോയിരിക്കുന്ന 1300 മുകളിലാണ്. അപ്പോൾ ഇത്രയും വലിയ റാലി റീറ്റെയിലേഴ്സിന് മാത്രം കിട്ടിയാൽ പോരല്ലോ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഹാൻഡ് ഇല്ലെങ്കിൽ ഇത്രയും വലിയ റാലിയൊന്നും നടക്കില്ല. തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹാൻഡ് ഉണ്ട്. അവർക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അവരിവിടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചു. ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഒന്നൊന്നുമല്ല, കുറേ സ്റ്റോക്കുകളുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് സിങ്ക് ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കാം. ഷെയർ മാർക്കറ്റിംഗ് മലയാളം എന്ന ആപ്ലിക്കേഷനിലാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി. നമ്മുടെ ആപ്പിൽ തന്നെ ആ സിലബസ് കിടപ്പുണ്ട്. ഒരു PDF ഫയലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുതിയ 2-3 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം. അതുപോലെ നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഡിസ്കൗണ്ട് ഉണ്ട്. കോഴ്സിന് 5000 രൂപയാണ് കോഴ്സ് ഫീ. അതിന് 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൂപ്പൺ കോഡ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഡിസ്കൗണ്ട് 1000 എന്ന് അടിച്ചാൽ മതി. ഇതാണ് കൂപ്പൺ കോഡ്, ഡിസ്കൗണ്ട് 1000. അപ്പോൾ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. 4000 രൂപയ്ക്ക് എടുക്കാം. അപ്പോൾ കുറേ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചില സ്ക്രീനേഴ്സ്, നമ്മൾ ഡെയിലി എങ്ങനെയാണ് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത്, ആ രീതികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പിക്ക് ചെയ്യാൻ പഠിച്ച അടിപൊളിയാണല്ലോ. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഒറ്റ ക്ലിക്ക് മതി. അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഈ ഒരു മസ്ഗോൺ എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ ഒന്നല്ല, ഇഷ്ടംമാതിരിയുണ്ട്. അതേപോലെ തന്നെ ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള ഗ്രോത്ത് സ്റ്റോക്ക്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അത് സ്ക്രീനറിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നത്. അല്ല, അത് ഒരു സ്ക്രീനർ എന്ന് പറയാം. സ്ക്രീനറിൽ സെറ്റ് ചെയ്യുന്ന സ്ക്രീനർ. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അതൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല സ്റ്റോക്കുകൾ കിട്ടും. പിന്നെ ഡെയിലി ബേസിൽ തന്നെ എല്ലാ ദിവസവും നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ട് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ മെത്തേഡെല്ലാം ആ കോഴ്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ച് പഠിക്കാവുന്നതാണ്. ഡിസ്കൗണ്ടിൻ്റെ കാര്യം മറക്കണ്ട. നമ്മുടെ ഈ പെരുന്നാൾ വരെ ഉള്ളൂ കേട്ടോ ഡിസ്കൗണ്ട്. അതായത് ഞാനൊരു ലിമിറ്റഡ് നമ്പർ വെക്കുന്നുണ്ട്. ഒരു 10 നമ്പർ, 10 പേർക്ക് ആ ഡിസ്കൗണ്ട്. അപ്പോൾ അത് 10 പേര് കഴിയുമ്പോൾ അത് കഴിയും, ഡിസ്കൗണ്ട് കഴിയും. അപ്പോൾ ഏറ്റവും താല്പര്യമുള്ള കുറച്ച് പേര് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതൊക്കെ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.